താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 1800 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. കേസിൽ 109 സാക്ഷികൾ, 80 തെളിവുകൾ, ഇൻസ്റ്റാഗ്രാം പേജിൽ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബെൻസൻ ബാബു ചേരുന്നുണ്ട്. ബെൻസൻ, എന്തൊക്കെയാണ് കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 29-ാം തീയതി ഷഹബാസ് കൊല്ലപ്പെട്ട് 90 ദിവസം ആകാനിരിക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 1800 പേജുള്ള കുറ്റപത്രമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. കേസിൽ 109 സാക്ഷികളും 80 തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ വിദ്യാർത്ഥികൾ ഈ ആക്രമണത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പങ്കുവച്ച സന്ദേശങ്ങളാണ് പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളായി അന്വേഷണ സംഘം കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ 6 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് വിദഗ്ധ പരിശോധനയ്ക്കായി നൽകിയിരുന്നു. അതിൽ നിന്നും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് അനുമാനം. അതോടൊപ്പം തന്നെ ഷഹബാസിന്റെ മരണത്തിൽ പ്രധാന കാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് നഞ്ചക്ക് പോലെയുള്ള ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റു എന്നതായിരുന്നു. അപ്പോൾ ഈ പ്രതികളിൽ ഒരാളായ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ ഒരാളുടെ വീട്ടിൽ നിന്നും ഈ നഞ്ചക്ക് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ മൊഴിയിലും ഈ നഞ്ചക്ക് പോലെയുള്ള ആയുധം ഉപയോഗിച്ചു എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ 1800 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 29-ാം തീയതി 90 ദിവസം ഷഹബാസ് കൊല്ലപ്പെട്ട് 90 ദിവസം ആകാനിരിക്കെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചതോടൊപ്പം തന്നെ ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഈ തിങ്കളാഴ്ച വരാനിരിക്കെ കൂടിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ കേസിൽ 6 കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ മാത്രമാണ് നിലവിൽ പ്രതികളായി ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടം മുതൽക്കേ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപമായിരുന്നു ഈ കുറ്റത്തിൽ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ മുതിർന്ന ആളുകളുടെ പങ്കുകൂടി പരിശോധിക്കണം എന്നുള്ളത്. കുടുംബത്തിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ഉൾപ്പെടെ ആരോപണം അത്തരത്തിലായിരുന്നു. എന്നാൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖില, ശരി. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 1800 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. കേസിൽ 109 സാക്ഷികളും 80 തെളിവുകളുമുണ്ട്. ഇൻസ്റ്റഗ്രാം ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകളും കുറ്റപത്രത്തിനൊപ്പം വെച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബെൻസൻ ബാബു.